ഹായ് ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ കമ്പനിയിലേക്ക് വരികയാട്ടോ ചെയ്യുന്നത്. കൂടെ മണിക്കുട്ടിയുണ്ട്. വേറെ ഒന്നുമല്ല, കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഈ ഭരത്താണെങ്കിലോ എപ്പോഴും കള്ളക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനിയിൽ. അതെല്ലാം തന്നെ അവസാനിപ്പിക്കണം എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടി കൃഷ്ണ കമ്പനിയിലേക്ക് വരണു. അതിനുശേഷം കൃഷ്ണ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ, പഴയതുപോലെ ഓഫീസിൽ വരുന്നതൊക്കെ. എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും മണിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതല്ല മോളെ, ഞാനിവിടെ പഴയതുപോലെ വന്നത് കാര്യങ്ങളൊക്കെ ഓർത്തു പോയതാണെന്ന് പറയുകയാണ്. അച്ഛൻ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനും പഴയതുപോലെ വരും എന്ന് പറയുകയാണ്. അങ്ങനെ വിനോദാണ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എത്തിയതിന് ശേഷം സാറ് ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഫയലുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അത് സാരമില്ല വിനോദേ, കാരണം ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങുന്നത് എനിക്ക് മനസ്സിന് റിലാക്സിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഭരത്ത് വരുന്നുണ്ട് കേട്ടോ. ഇവനെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക? അങ്ങനെ ഭരത്ത് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് കൃഷ്ണ വന്നിട്ടുള്ളത്? എനിക്ക് കണക്കുകളൊക്കെ പരിശോധിക്കണം. കണക്കിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, കാരണം ഇപ്പോൾ ഞാനാണ് ഇവിടെ എല്ലാം തന്നെ, അതുകൊണ്ട് തന്നെ താങ്കൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ കൃഷ്ണയോട് ഭരത്ത് പറയട്ടോ ചെയ്യുന്നത്. കൃഷ്ണ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കണക്കുകൾ, എന്തായാലും ഇയാളെ വേഗം വണ്ടി അയച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ച് വിടാനായിട്ട് പറയും, കാരണം മണിക്കുട്ടി നീയും പൊയ്ക്കോ എന്നൊക്കെ പറയട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്നില്ല ഭരത് മാമ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം, അതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ പോവുള്ളൂ എന്നൊക്കെ മണിക്കുട്ടി ഭരത്തിനോട് പറയാട്ടോ ചെയ്യുന്നത്. എന്ത് കാര്യങ്ങളാണ് ഇവിടെ അറിയേണ്ടത്? അങ്ങനെ സാറ് വരൂ പറഞ്ഞിട്ട് വിനോദ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വിനോദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഭരത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കള്ളക്കളി കാണിക്കുന്ന കാര്യമൊന്നും താൻ പറയരുത് ഇവിടെ എന്ന് പറയുന്നുണ്ട്. സാറ് കണക്കുകൾ നോക്കുമ്പോൾ അതറിയില്ലേ എന്ന് പറയുന്നുണ്ട്. താൻ കുറച്ച് പറഞ്ഞാൽ മതി. അത് ശരിയാണോ? അതൊക്കെ ശരിയാണ് വിനോദേ, അല്ലെങ്കിൽ തൻ്റെ ജോലി ഇവിടെ നിന്ന് തെറിക്കുമെന്നും വിനോദിനോട് ഭരത്ത് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ കണക്കുകളെല്ലാം തന്നെ വായിക്കുമ്പോൾ കുറച്ച് കണക്കുകളൊക്കെ വളരെ ശരിയാണെന്നും പിന്നീടുള്ള കണക്കുകൾ വായിക്കുമ്പോഴത്തേനും അതിൽ കുറച്ച് കമ്മിയാക്കിയിട്ട് തന്നെയാണ് വിനോദ് പറയുന്നത്. അപ്പം മണിക്കുട്ടി പറയുന്നുണ്ട്, അങ്കിളെ അതൊന്ന് കാണിച്ച് നോക്കട്ടെ ഞാൻ ഇത് ശരിയാണോ എന്നുള്ളത്. അങ്ങനെ മണിക്കുട്ടി നോക്കുമ്പോൾ അങ്കിളിന് തെറ്റി, ഇത് ഇത്രയല്ലല്ലോ ഇങ്ങനെയല്ലേ എന്ന് പറയുമ്പോഴത്തേനും ഭരത്ത് അവിടെ നിന്ന് നോക്കി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഭരത്ത് പെട്ടു എന്ന് ഭരത്തിന് മനസ്സിലാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഭരത് ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് വേണ്ടത്? അതല്ല, ഇവിടുത്തെ കണക്കുകളനുസരിച്ച് ഇത്ര എമൗണ്ട് ആയിട്ടില്ല, അതെവിടെ എന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. അതൊന്നും എനിക്കറിയില്ല, വിനോദല്ലേ ഈ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്, ഞാനാണോ? വിനോദല്ല നോക്കുന്നത്, ഭരത്താണ്. കാരണം ഭരത്ത് തന്നെ ഇതിന് ഉത്തരം പറയണം. എനിക്കൊന്നും അറിയില്ല. പിന്നെ മണിക്കുട്ടി പറയുന്നുണ്ട്, ഞായറാഴ്ച ശനിയാഴ്ചയും ലോഡ് വരില്ല എന്നും പറയാട്ടോ ചെയ്യുന്നത്. അതെന്താ, ലോഡ് ഇങ്ങോട്ട് ഇറങ്ങില്ലേ എന്നും ഭരത്ത് ചോദിക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും മണിക്കുട്ടി പറയുന്നുണ്ട്, ഭരത് മാമ എന്തോ കള്ളക്കളി കാണിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാം കേട്ടോ. എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്? എന്തായാലും മണിക്കുട്ടി പറയുന്നുണ്ട്, എന്തായാലും ഭരത് മാമനെ അറിയാത്ത സ്ഥിതിക്ക് അച്ഛൻ നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യാം, അവർ വന്ന് തെളിയിക്കട്ടെ എന്ന് പറയട്ടെ. ഞാൻ അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഭരത്ത് പറയുന്നു. അതൊക്കെ വേണമെന്നും മണിക്കുട്ടിയും അതുപോലെ കൃഷ്ണയും പറയാട്ടോ ചെയ്യുന്നത്. ചിലപ്പോൾ എങ്ങോട്ടും പൈസയൊന്നും എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കണക്കുകളും കൃത്യമായിരിക്കണമെന്നും കൃഷ്ണ പറഞ്ഞു കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഭരത്തിന് പേടിയായിട്ട് ഭരത്ത് പോകുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, മണിക്കുട്ടിക്ക് ഐഡിയ തോന്നുന്നത് വളരെയധികം നല്ലതായി. വിനോദ്, എൻ്റെ കണ്ണ് കണ്ടില്ലെങ്കിലും എൻ്റെ മോളുണ്ടാവുന്നത് എനിക്ക് വളരെ ആശ്വാസമാണെന്നും കൃഷ്ണ പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയതിന് ശേഷം ഉമ്മയോട് സംസാരിക്കാട്ടോ കൃഷ്ണയും മണിക്കുട്ടിയും കൂടി. ഉമ്മയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഉമ്മ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് നിൽക്കുമായിരുന്നു, എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ? സാറില്ല സർ എന്ന് പറയുകയാണ്. എന്തായാലും ഉമ്മയ്ക്ക് ഞാൻ ഒരു ജോലി തരാം എന്ന് പറയുകയാണ്. നിങ്ങളുടെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ സാർ എന്ന് ചോദിക്കുമ്പോൾ, കമ്പനിയിലല്ല വീട്ടിലാണ് ഉമ്മയ്ക്ക് ജോലി എന്ന് പറയുകയാണ്. വീട്ടിലോ? മണിക്കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് പറ്റില്ല, മണിക്കുട്ടിക്ക് ഒന്ന് ട്യൂഷൻ എടുക്കണം എന്ന രീതിയിലൊക്കെ പറയാട്ടോ. അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉമ്മയ്ക്ക് അറിയാമല്ലോ, അതുകൊണ്ട് എനിക്കൊരാളും കൂടെ വേണമെന്നും കൃഷ്ണ പറയാനുണ്ട്. അതിന് ഞാനെന്താ ചെയ്യേണ്ടത് സാർ? ഉമ്മ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉമ്മയ്ക്കൊരു ഇത് നാണക്കേടൊക്കെ ഉണ്ട്. എന്നാലും ഉമ്മ സമ്മതിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കുകയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഉമ്മയും മണിക്കുട്ടിയോടും കൃഷ്ണയോട് സംസാരിക്കുക ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാവ്യയും ഞാൻ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. കാവ്യയെ ഒരിക്കലും ഞാൻ വിട്ടു കൊടുക്കില്ല. കാരണം മണിക്കുട്ടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല കാവ്യ ഇല്ലാതെ. അതുകൊണ്ട് കാവ്യയുടെ മുന്നിൽ എന്നോട് നന്നായിട്ട് ഫ്രീ ആയിട്ട് ഉമ്മ സംസാരിക്കണമെന്നും പെരുമാറണമെന്നൊക്കെ കൃഷ്ണ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് സമ്മതമാണോ എന്ന് ചോദിക്കുക. ഒരു ജെനുവിനായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ മണിക്കുട്ടിയോടുള്ള എൻ്റെ ഇഷ്ടം അത് മാത്രമല്ല, അതുപോലെ കാവ്യയും അതുപോലെ തന്നെ കൃഷ്ണയും രാധികയും ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. ഞാൻ ഇതെല്ലാം തന്നെ ചെയ്യാം കൃഷ്ണയ്ക്കും കാവ്യയ്ക്കും വേണ്ടി. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒന്നായി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഉമ്മ കൃഷ്ണയോട് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മയോട് പറയുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടും ചിലപ്പോൾ കാവ്യയുടെ സ്വഭാവം അറിയാലോ, ചിലപ്പോൾ എടുത്ത് ചാടി ഉമ്മയ്ക്ക് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഇരിക്കും എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. കാവ്യ എൻ്റെ പഴയ കൂട്ടുകാരിയല്ലേ, എനിക്കറിയാം കാവ്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് കൃഷ്ണ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം. എന്തായാലും കാവ്യയും കൃഷ്ണയും എത്രയും പെട്ടെന്ന് തന്നെ ഒന്നാവാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന സഹായങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ശരിയാവും എന്ന രീതിയിലൊക്കെ ഉമ്മ കൃഷ്ണയോട് പറയാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്.